നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചൂലൂർ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട MLA പ്രൊഫസർ KU അരുണന് സ്വീകരണം നൽകി. SNDP യോഗം കഴിമ്പ്രം നോർത്ത് ശാഖയുടെ ആഭിമുഖ്യത്തിൽ കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. കുട്ടമംഗലം 6S യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ കിറ്റ് വിതരണം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ചൂലൂർ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട MLA പ്രൊഫസർ KU അരുണന് സ്വീകരണം നൽകി. ALP സ്കൂളിൽ നടന്ന സ്വീകരണ സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. അരുണൻ മാഷ് എന്ന വ്യക്തി വളർന്നു വലുതായ ഓരോ ആളുകളെയും തിരിച്ചറിയുന്ന, എല്ലാവരോടും നന്നായി ഇടപെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ പറയുക എന്നെപ്പോലെ സംബന്ധിച്ചൊരു പുതിയ ആള് അല്പം പ്രയാസകരമാണെന്ന് കൂടി അറിയിക്കട്ടെ. എന്നാൽ 1992 കാലത്തോടു കൂടി ഞാൻ അരുണൻ മാഷുമായി പരിചയപ്പെടുകയും വളരെ അടുത്ത ബന്ധവും സ്ഥാപിക്കപ്പെട്ട വ്യക്തിയാണ്. വളരെ വേഗം എല്ലാവരുമായി ബന്ധപ്പെടാൻ അരുണൻ മാഷ്ക്ക് കാണിക്കുന്ന ഒരു ശ്രദ്ധ വളരെ ഞങ്ങൾ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഒരാളെ പരിചയപ്പെടുന്ന ഒരാളെ കുറച്ചു കഴിഞ്ഞാൽ കുറെ നാളത്തെ അടുപ്പമുള്ള ഒരാളോട് വർത്തമാനം പറയുന്ന പോലെ വർത്തമാനം പറയുന്ന, എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന, എന്ത് കാര്യവും എങ്ങനെയും വെട്ടിത്തുറന്ന് പറയാൻ കഴിയുള്ള ഞങ്ങളൊക്കെയാണ്. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ നേരെ പറയുള്ളൂ. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AV സതീഷ്, പഞ്ചായത്ത് അംഗം സലീം വലിയകത്ത്, KA കൊച്ചുമോൻ, KG സുഖദേവ്, രാജൻ പൊറ്റേക്കാട്ട്, KS സുശീൽ, KB അജയ് ഘോഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സമൂഹ നോമ്പുതുറയും വിവിധ കലാപരിപാടികളും നടന്നു. SNDP യോഗം കഴിമ്പ്രം നോർത്ത് ശാഖയുടെ ആഭിമുഖ്യത്തിൽ കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. പ്രൊഫസർ KU അരുണൻ MLA ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ശാഖാ പ്രസിഡന്റ് VU ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ മുഖ്യാതിഥിയായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KJ യദുകൃഷ്ണ, PTA പ്രസിഡന്റ് പ്രേംകുമാർ തൈപ്പറമ്പത്ത്, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് എന്നിവർ സംസാരിച്ചു.
കുട്ടമംഗലം 6S യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ കിറ്റ് വിതരണം നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദം ഉറപ്പുവരുത്തുന്ന പോലെ തന്നെ എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് ഈ പ്രവർത്തനം നല്ല രീതിയിൽ ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. ഇനിയും അടുത്ത ദിവസങ്ങളിൽ പള്ളിയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ ക്യാൻസർ രോഗികൾക്ക് 25 പേർ ക്യാൻസർ രോഗികൾക്ക് 500 രൂപ മാസം വെച്ച് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ക്ലബിൻ്റെ ഭാരവാഹിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതെല്ലാം തന്നെ അതൊരു നല്ല പ്രവർത്തനമാണ്. കാരണം ഈ 500 രൂപ കൊണ്ടൊന്നും അവർക്കൊന്നും ഒന്നിനും തികയില്ല. എങ്കിലും ഇതിൻ്റെ പ്രവർത്തകരെ കൊണ്ട് ഇങ്ങനെയെല്ലാം കഴിയുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി അതൊരു പ്രചോദനമായിരിക്കും. ഈ പരിപാടിയിൽ എല്ലാ പാവപ്പെട്ടവർക്കും ആണ് ഇന്നിവിടെ കിറ്റ് വിതരണം നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പഞ്ചായത്ത് അംഗം സൈനുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അലിക്കുഞ്ഞി, PA ഷറഫുദ്ദീൻ, MM ഷംസുദ്ദീൻ, ഷമീർ എളയടത്ത്, ഇൻഷാദ് വലിയകത്ത്, നൌഷാദ് കുട്ടമംഗലം എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ എറിയാട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ റെക്സിൻ കീറി നശിപ്പിച്ചു. എറിയാട് പടിഞ്ഞാറ് വശം പള്ളത്ത് മധുവിന്റെ ഓട്ടോറിക്ഷയാണ് നശിപ്പിക്കപ്പെട്ടത്. രാത്രി വീടിനടുത്തുള്ള റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ റെക്സിനും മുൻവശത്തെ സീറ്റും ഏറെക്കുറെ പൂർണ്ണമായും കീറി നശിപ്പിക്കുകയായിരുന്നു. സംഭവത്തിന് പിറകിൽ രാഷ്ട്രീയമില്ലെന്നും സാമൂഹ്യ വിരുദ്ധനാണ് ഓട്ടോറിക്ഷ നശിപ്പിച്ചതെന്ന് സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാതൃത്വത്തിന്റെ മഹനീയത വിളിച്ചോതിക്കൊണ്ട് കൊടുങ്ങല്ലൂരിലെ എൽത്തുരുത്തിൽ അമ്മയും മക്കളും എന്ന പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭയിലെ 19ാം വാർഡിൽ നടന്ന ചടങ്ങിൽ 70 വയസ്സ് തികഞ്ഞ അമ്മമാരെ പുടവ നൽകി ആദരിച്ചു. സുധാകർ ജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ IL ബൈജു അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ CG ചെന്താമരക്ഷൻ മുഖ്യാതിഥിയായിരുന്നു. കൗൺസിലർമാരായ MS വിനയകുമാർ, പാർവതി സുകുമാരൻ, ON ജയദേവൻ, സംഘാടക സമിതി കൺവീനർ MG പ്രശാന്ത് ലാൽ, RP പ്രജീഷ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.